ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എഗെയിൻസ്റ്റ് ഹോപ്പ് എബ്രഹാം ഇൻ ഹോപ്പ് ബിലീവ്ഡ്. പാർട്ട് 2. കഴിഞ്ഞ ദിവസം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എപ്പോഴാണ്? 100 വയസ്സുള്ള അബ്രഹാമും 90 വയസ്സുള്ള സേറായും മാനുഷികമായ രീതിയിൽ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്തപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനെ 7 തരത്തിൽ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാം അത് വിശ്വസിക്കുകയാണ്. സത്യദൈവത്തെ അറിയാത്ത ഒരു വ്യക്തി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അബ്രഹാമിൻ്റെ അപ്പൻ വിറ്റുകൊണ്ടിരുന്ന സ്ഥലത്ത് അബ്രഹാമിനെ വിളിച്ചു മാറ്റിയ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ വിശ്വസിച്ചതാണ് നീതിയായിട്ട് കണക്കിട്ടത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ ഒരു പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വാസം എന്നത് പറയുന്നത് ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം. ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ തരുന്ന ആശയ്ക്കാണ് ഉറപ്പ് വരുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ ആശിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. വലിയ വീട് വേണം, 4 കാറ് വേണം, അല്ലെങ്കിൽ മക്കളെല്ലാവരും ഉയർന്നിരിക്കണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക, അതൊക്കെ ലോകപ്രകാരം. പക്ഷെ ദൈവത്തിൻ്റെ സത്യത്തിൽ അടിസ്ഥാനത്തിൽപ്പെട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവൻ തരുന്ന വിശ്വാസ വചനത്തിൽ കൂടെ നമ്മൾ ആശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനം അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ റോമർക്ക് എഴുതിയ ലേഖനം 4:18 ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത്, അതുതന്നെയാണ് ഇന്നും ബാക്കിയെടുക്കുന്നത്. നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്നും അരുളി ചെയ്തിരിക്കുന്നവരെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് വാഗ്ദത്തപുത്രനായ ഇസഹാക്കിനെ കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയാണ്, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഈ ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ് അനുഗ്രഹങ്ങളുടെ ഒരു കലവറ കിടക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വായിക്കുന്നത് നല്ലതാണ്. ഈ അനുഗ്രഹങ്ങളാണ് അബ്രഹാമിൻ്റെ കൊടുത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത്. 12:2 ഇങ്ങനെയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ 7 അനുഗ്രഹങ്ങൾ വാഗ്ദത്തമായിട്ട് കൊടുത്ത അബ്രഹാം ഇതെല്ലാം ഉണ്ടായിട്ടും 100 വയസ്സ് വരെ മക്കളില്ലായിരുന്നു. ഇസ്മയിൽ എന്നൊരാൾ ഇടയ്ക്കുണ്ടായി, 75 കഴിഞ്ഞ് ഏകദേശം പിന്നെയും കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ഇസ്മയിൽ. പക്ഷെ അത് വാഗ്ദത്ത പുത്രനല്ല. അതുകൊണ്ട് ദൈവം പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് കടന്നു വന്നിട്ട് ദൈവം സന്ദർശിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഈ സമയം നിനക്കൊരു സന്തതി ഉണ്ടാകുന്നത് വാഗ്ദത്ത പുത്രനാണ്. അങ്ങനെ അബ്രഹാം നേരം ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസഹാക്ക്, ചിരി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു പേരിടുകയാണ്. എന്നാൽ വാഗ്ദത്തത്തിൻ്റെ ആ ഒരു പൂർത്തീകരണം നോക്കുമ്പം ദൈവത്തിന് 20-ാം വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അത് അവനെ നീതിയായി കണക്കിട്ടു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൻ്റെ ഒരു കണി പോലും ഉണ്ടാകരുത്. നമുക്കൊരു വാഗ്ദത്തം തരിക, നീ പോകുന്ന വഴിക്ക് തീർത്തും ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു വിടും. നമ്മൾ വഴിക്ക് വെച്ച് ആരെങ്കിലും നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്ന ഒരു ഗുണവും ഇല്ല, ആ വ്യക്തിയെ ചെന്ന് കണ്ടിട്ട് ഒരു പ്രയോജനം, നമ്മളെന്നേരം വഴി തിരിച്ചിങ്ങ് പോരുകയാണെങ്കിലോ നമ്മൾ ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ വഴിതെറ്റിപ്പോകണം. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് അമേരിക്കയിലായിരുന്നു. പലയിടത്തും ശുശ്രൂഷ ചെയ്യുവാനും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവം അനുവദിച്ചു. പക്ഷേ ഒരു വിശ്വാസ യാത്രയായിരുന്നു. കാരണം ഒന്നും മുൻപിൽ നേരിട്ട് കണ്ടോട്ടല്ല യാത്ര ചെയ്യുന്നത്. പക്ഷെ വിശ്വസിച്ച് ദൈവം പറഞ്ഞു വിട്ടെങ്കിൽ, ഒരു പ്രഖ്യാപനത്തിനാണ് ദൈവം എന്നെ വിട്ടിരിക്കുന്നതെങ്കിൽ അത് പ്രഖ്യാപിക്കണമെങ്കിൽ ദൈവശബ്ദം വ്യക്തമായിട്ട് കേൾക്കണം. ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? വചന അടിസ്ഥാനത്തിൽ. വചനം പറയുകയാണ് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിക്കുക തന്നെയല്ല, അബ്രഹാമിന് സംശയമുണ്ടാകാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാനുള്ള ബലമാണ് ഈ വചനത്തിൽ കൂടെ വരേണ്ടത്. ദൈവം എന്തെല്ലാം വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടോ, ഏതൊരു കുടുംബത്തിനും ദൈവം വാഗ്ദത്തം, ദൈവം പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ, ഉൽപ്പത്തി 12 പറഞ്ഞല്ലോ. ആ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം എന്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം സംശയം കടന്നു വരുന്നു. സംശയമാണ്, ഉൽപ്പത്തിയിലെ സംശയമാണ്. ദൈവത്തെ പോലെ സൃഷ്ടിച്ച ആദവും ഹവ്വയും ദൈവമാകണമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സംശയം തോന്നി.
അവർ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു. അതോടുകൂടി മനുഷ്യൻ പറുദീസായിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത് ആ വാഗ്ദത്തങ്ങൾ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തോടു കൂടെ ഇരുന്ന് ജീവിക്കേണ്ട നമ്മുടെ വാഗ്ദത്തങ്ങൾ തിരിച്ച് വാങ്ങിച്ചെടുക്കാൻ കൂടിയാണ്, നിത്യമായ രക്ഷയെ പ്രാപിച്ചു. അപ്പം സംശയം എന്നൊരു കാര്യം ആ ദുഷ്ടപിശാചിനെ നമ്മുടെ ഹൃദയത്തിൽ കയറ്റരുത്. കുഞ്ഞുങ്ങൾ എത്ര വഴിതെറ്റിപ്പോയിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നിരിക്കട്ടെ, എങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഉറച്ച് വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. സാഹചര്യത്തെ നോക്കരുത്, എൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി ഞാൻ ഏതെല്ലാം വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വേദപുസ്തക അടിസ്ഥാനത്തിൽ അതെടുത്ത് പറഞ്ഞു ഉരുവിട്ട് അത് ജഡമാക്കുക. അതാണ് നമ്മുടെ ജോലി. അതിന് ആർക്കും നേരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒരു തരത്തിലും അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തില്ല. വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് വചനത്തെ ഉറച്ച് വിശ്വസിച്ചിട്ട് സംശയിക്കാതെ പ്രാപിച്ചെടുക്കുക. അതാണ് ആ വാക്യത്തിൻ്റെ പ്രസക്തി. ദൈവം പറയുന്നത് അതാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. നമുക്ക് ആ പൂർണ്ണമായ വിശ്വാസമുണ്ട്. പലപ്പോഴും പൂർണ്ണമായ വിശ്വാസം നമുക്ക് കിട്ടുന്നത് വേറൊരാൾ വിശ്വാസത്തെക്കുറിച്ച് അധികാരത്തോടെ ധൈര്യത്തോടെ പറയുമ്പോഴാണ്. കാരണം നമ്മുടെ ഈ ഉള്ളിൽ ചഞ്ചലിപ്പുണ്ട്, എപ്പോഴും നമുക്ക് ചഞ്ചലിപ്പുണ്ട്. ആ ചഞ്ചലിപ്പ് മാറ്റുന്നത് ഉറച്ച പാറയിൽ നിന്നുകൊണ്ട് ജയത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് ദൈവമാണ് വാഗ്ദത്തം തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ബലം നമുക്കിതോടെ കൂടെ ഉണ്ടാണ്. പലപ്പോഴും യുദ്ധം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നിരിക്കുന്ന നമ്മുടെ ജഡവും തമ്മിലുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളിലുള്ള ജഡത്തെ ഹനിക്കുക, അല്ലെങ്കിൽ ജഡത്തിനെ താഴ്ത്തിയിട്ട് ആത്മാവിനെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തീ കത്തിക്കണം. തീ കത്തിക്കാതെ നടക്കത്തില്ല. തീ കത്തിക്കാൻ അറിയാൻ വയ്യായെങ്കിൽ തീ കത്തിക്കാൻ അറിയാവുന്നവരെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുക. അല്ലാതെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പല രൂപത്തിൽ പലരും പ്രാർത്ഥിക്കും. ചിലർ സഭകളിൽ അതിൻ്റെ അധികാരികളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ചിലർ പള്ളികളിൽ പോയി 5 ദിവസം 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളോട് എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് വെച്ചാൽ വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് അമിതമായ സ്നേഹത്തിന്. നമ്മൾ ഈ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോഴേ ഈ സദൃശ്യവാക്യത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിനെ 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞ് കലക്കി തൻ്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തൻ്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടുകളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. അല്പബുദ്ധികളെ വിരിച്ചു വരുത്തുകയാണ്. വരുവീൻ, എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. അപ്പം ജ്ഞാനമുള്ള സ്ത്രീയെ 7 തൂണുകൾ കൊണ്ട് വീട് പണി. 7 തൂണെന്ന് പറയുമ്പം പൂർണ്ണതയാണ്. നമ്മുടെ ജോലി വീട് പണിയുകയാണ്. എന്നാൽ ഈ സദൃശ്യവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ബുദ്ധിഹീനയായ സ്ത്രീയെ വീട് പൊളിച്ചു കളയുമെന്ന്. അപ്പം നമ്മുടെ ജോലി വീട് പണിയണമെങ്കിൽ തൂണുകളായിട്ട് 7 തൂണും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേൽ നിൽക്കണം. ദൈവമാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനെങ്കിൽ, ഞാൻ പറയുന്നതും ഞാൻ കേൾക്കുന്നതും ദൈവശബ്ദമാണ് എങ്കിൽ, വചനാടിസ്ഥാനത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ കൃപാസനം എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. നമുക്ക് അവനിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ ഒക്കുമെന്ന് വീട്ടിലുള്ള ഒരാൾ, പലപ്പോഴും അമ്മമാരാണ് വിശ്വാസവും കുടുംബങ്ങളെ ബിൽഡപ്പ് ചെയ്യുന്ന ജോലി അമ്മമാരുടെയാണ്. നമ്മളാണ് വീടിൻ്റെ വിളക്ക്. ആ വിളക്ക് കെട്ടുപോകാൻ അനുവദിക്കരുത്. രാജദണ്ഡ് നീട്ടിയിരിക്കുന്നു, വാങ്ങിച്ചെടുക്കുക. ദൈവം നമ്മളെ കടന്നു വന്ന് അനുഗ്രഹിക്കാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. എപ്പോഴും നമ്മളോട് ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ വചന അടിസ്ഥാനം ദൈവം പറയുന്നുണ്ട്. ഈ 110-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നള്ളുമ്പം, കർത്താവ് പലർക്കും ദുഃഖത്തിലിരിക്കുന്ന മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ 110-ാം സങ്കീർത്തനം എടുത്ത് പല പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്. 110 ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്,
ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അപ്പം നമുക്ക് ശത്രുക്കളുള്ളത് മനുഷ്യരല്ല, ജഡരക്തങ്ങളോടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ശത്രുക്കൾ ദുരാത്മാക്കളാണ്, ദുഷ്ടസേനകളാണ്, അത് പിശാച് തന്നെയാണ്. ആ ദുഷ്ടനെതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പം വ്യക്തികൾ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ ഒരിക്കലും നമ്മൾ യുദ്ധത്തിൽ ജയിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്ന എഫേസ്യർക്കകത്ത് പൗലോസ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ വചനത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്ക് വന്നിരിക്കെ, 110 എടുത്ത് വായിക്കേ, നീ എൻ്റെ വലതുഭാഗത്തിരിക്കെ, നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക, നിൻ്റെ സേനാ ദിവസത്തിൽ നിൻ്റെ ജനം നിനക്ക് സ്വമേധ ദാനമായിരിക്കുന്നു, നിൻ്റെ വിശുദ്ധ വസ്ത്രാലങ്കരത്തോടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേറ്റ് ആ ഉഷസ്സിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന യുവാക്കളെ പോലെ ദൈവമാണ് കൊണ്ടുവരേണ്ടത്, നമ്മളല്ല ഇത് ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പറയാം, നീ മൽക്കീസേദെക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ. ദൈവത്തെക്കുറിച്ചാണ്. ക്രിസ്തു നമ്മുടെ പുരോഹിതനാണെങ്കിൽ അവൻ എന്നേക്കുമുള്ള പുരോഹിതൻ, അവൻ മാറത്തില്ല. യേശു പറയുന്നു, ഐ വിൽ നെവർ ലീവ് യു നോ forsake you. ഞാൻ നിന്നെ വിട്ട് ഒരു കാലം മാറിപ്പോത്തില്ല. അത് കഷ്ടസമയത്തും നമ്മുടെ കൂടെയുണ്ട്, സന്തോഷ സമയത്തുമുണ്ട്. പക്ഷെ പലപ്പോഴും കഷ്ടസമയത്ത് നമ്മുടെ ദൈവത്തെ മറന്നു പോകുന്നു. എൻ്റെ ജോലി അത് ഓർപ്പിക്കുക മാത്രമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത്, വീണ്ടും ആത്മാവ് പറയുന്നത്, നിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളും ശത്രുവിനെ തകർക്കും. ദൈവം കർത്താവ് പറയുന്നത്, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും, അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും, അവൻ നിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും, അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും ദൈവം തമ്പുരാൻ നശിപ്പിക്കും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പല രാജാക്കന്മാർ അഹങ്കാരത്തോടെ മുമ്പിൽ നിൽക്കുന്നവരെ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ശത്രു എത്ര വലിയവനാണെങ്കിലും യഹോവ നിനക്ക് തുണയെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. ഏത് വഴി തെറ്റി നടക്കുന്ന മക്കളെയും തിരിച്ചു കൊണ്ടുവരുവാൻ വചനം എടുത്ത് വായിച്ചിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ തിരിച്ചു വിളിക്കാനുള്ള കൃപ ഇതിൻ്റെ കൂടെ കടന്നു വരുന്നു. വിശ്വാസത്തിൻ്റെ വീരന്മാരായിട്ട് നിന്ന് ജ്ഞാനമുള്ള സ്ത്രീകളായിട്ട് വീട് പണിയുന്നവരായിട്ട് നമ്മളെ ദൈവമാക്കി തീർത്തിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വിശ്വാസത്തിൻ്റെ വീരനും കർത്താവേ, വിശ്വാസത്തിൻ്റെ ഉറവയും നീതിയുടെ ഉറവിടുമായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലുള്ള വാൾ, അത് ജീവനുണ്ട് കർത്താവേ. അതിൽ ഉറച്ചു നിൽക്കാനുള്ള ബലം ഞങ്ങൾക്ക് ഇട്ടുതരണം. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കെതിരായിട്ടുള്ള സകല ശക്തികളും മാറിപ്പോട്ടെ. വെച്ച ഇരുട്ടിനിവിടെ സ്ഥാനമില്ല കർത്താവേ. വെളിച്ചം പല ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവരവരുടെ ഭവനങ്ങളിലെ ഭാരങ്ങൾക്ക് വചനമെടുത്തു വായിച്ചിട്ട് ദൈവവുമായിട്ടൊരു ഉടമ്പടിയായിട്ട് മുൻപോട്ട് പോകാൻ അനേക മക്കളെ ഇത് പ്രയോജനമാക്കി മാറ്റട്ടെ. അപ്പച്ച നാഥൻ ഇറങ്ങി വന്ന് അനേകരുടെ ഭാരങ്ങൾക്ക് വേണ്ടി അവരുടെ കൈക്ക് പിടിച്ച് കർത്താവെ നേർവഴിക്ക് കാണിച്ചു കൊടുത്ത് മുടിയനായ പുത്രനെ പോലെ അല്ലെങ്കിൽ വഴിതെറ്റി നടക്കുന്ന മക്കളുള്ളവർക്ക് അവരെ ദൈവം തമ്പുരാൻ തിരിച്ചു കൊണ്ടുവരുന്ന കാണുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ കൂടെ നിൻ്റെ നെഞ്ചോട് ചാരിക്കൊണ്ട് ആരാണി കടന്നു വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് കർത്താവെ. അത് നമ്മുടെ മക്കൾക്ക് നടക്കാൻ വയ്യാത്തപ്പോഴേ നീ അവരെ പൊക്കിയെടുത്തു കൊണ്ടുവരുന്നൊരു ദൈവമാണ്. ഞങ്ങളുടെ ഭവനങ്ങളിലെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നാഥൻ എഴുന്നള്ളി വന്നിട്ട് പ്രശ്നങ്ങൾ ഇരുട്ട് മാറിപ്പോ, പ്രകാശം കടന്നു വരട്ടെ. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറച്ചിരിക്കുന്നതിന് നന്ദി. നാഥൻ പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറകളെയും കുടുംബമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നിൻ്റെ വിശ്വസ്തത തലമുറകളോളം ഉണ്ടെന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.